ലയണൽ മെസ്സി കേരളത്തിലെത്തും എന്ന് കേട്ടപ്പോൾ ആവേശം കൊണ്ടവരാണ് ഇവിടുത്തെ ഓരോ ഫുട്ബോൾ ആരാധകനും കായിക പ്രേമിയും. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇതിഹാസ താരം കേരളത്തിലേക്കില്ല. കൊട്ടിഘോഷിച്ച പ്രഖ്യാപനങ്ങളും അസ്ഥാനത്തായി. കേരളത്തിൽ അർജന്റീന 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നായിരുന്നു നേരത്തെ സർക്കാർ തലത്തിലടക്കം പറഞ്ഞിരുന്നത്. ഇതിനായി പ്രത്യേകം സ്റ്റേഡിയം നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അർജന്റീന ടീം വരുമെന്ന് തുടക്കം മുതൽ പറഞ്ഞ സംസ്ഥാന സർക്കാരും ഇതോടെ പ്രതിരോധത്തിലായി. ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന് അറിയിച്ച മെസ്സിയും സംഘവും ഇതേ സമയത്ത് ചൈനയിൽ കളിക്കുമെന്ന് ടീമിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെയാണ് ടീം ഇന്ത്യയിലേക്കില്ലെന്ന് വ്യക്തമായത്. സ്പോൺസർമാർ കരാർ തുക അടയ്ക്കാത്തതാണ് അർജന്റീനയുടെ പിന്മാറ്റത്തിന് പിന്നിലെന്നാണ് വിവരം. HSBC ആണ് അർജന്റീന ടീമിന്റെ ഇന്ത്യയിലെ സ്പോൺസർമാർ. സ്പോൺസർമാരാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നതെന്നാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. കേരളത്തിൽ 2 മത്സരങ്ങൾ നടത്താൻ വേണ്ടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സ്പോൺസർമാർ കരാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ കേരള സർക്കാർ ഇതിന്റെ ഭാഗമായിരുന്നില്ല എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കരാർ ഒപ്പിട്ട് 45 ദിവസത്തിനകം പകുതി തുക നൽകണം എന്നതാണ് വ്യവസ്ഥ. എന്നാൽ സമയം നീട്ടി നൽകിയിട്ടും സ്പോൺസർമാർ ഇത് പാലിച്ചില്ല. 300 കോടിയിലധികം രൂപയാണ് ടീമിനെ എത്തിക്കാനായി സ്പോൺസർമാർ നൽകേണ്ടിയിരുന്നത്. എന്നാൽ തുക നൽകാതിരുന്നതോടെ ഒക്ടോബറിൽ ചൈനയിൽ 2 മത്സരങ്ങൾ കളിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെയാണ് മെസ്സിയും ടീമും കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുമെന്ന കായിക പ്രേമികളുടെ സ്വപ്നം പൊലിഞ്ഞത്. കായിക മന്ത്രി ഇപ്പോഴും മെസ്സിയും പടയും കേരളത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആശങ്ക വേണ്ടെന്നും സ്പോൺസർമാരോട് പണം വേഗത്തിലടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു. സ്പോൺസർമാർക്കെതിരെ സംസ്ഥാന സർക്കാർ നിയമ നടപടി എടുത്തേക്കും എന്നാണ് വിവരം. സന്ദർശനം ഒഴിവാക്കിയത് സംബന്ധിച്ച് സർക്കാരിന് അർജന്റീന ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല. അറിയിപ്പ് ലഭിച്ച ശേഷമായിരിക്കും സർക്കാർ നിയമ നടപടികൾ ആലോചിക്കുക. കരാർ ലംഘനം ചൂണ്ടിക്കാട്ടിയാകും നടപടി വരിക. 2011 ഇതിനു മുൻപ് അർജന്റീന ഇന്ത്യയിലെത്തിയത്. അന്ന് മെസ്സിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ടീം കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വേലയെയാണ് നേരിട്ടത്. അന്ന് അർജന്റീന ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിച്ചിരുന്നു. 2022 ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ അർജന്റീന ടീമിന് കേരളത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അന്ന് നന്ദി പറഞ്ഞിരുന്നു. പിന്നാലെ കേരള സർക്കാർ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും അതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. അർജന്റീന കേരളത്തിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും സൂപ്പർ താരങ്ങളടങ്ങിയ ടീമിനെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള ഭീമമായ ചെലവ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്നു. ഒടുവിൽ HSBC പ്രധാന സ്പോൺസർമാരായി എത്തിയെന്നും അർജന്റീന ടീമിനെ കേരളത്തിൽ കളിപ്പിക്കുമെന്നും അന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഒക്ടോബറിൽ ചൈനയിൽ 2 മത്സരങ്ങളാണ് ടീം അർജന്റീന കളിക്കുന്നത്. ഒന്നിൽ ചൈനയാണ് എതിരാളികൾ. നവംബറിൽ ആഫ്രിക്കയിലും ഖത്തറിലും കളിക്കും. ആഫ്രിക്കയിലെ മത്സരത്തിൽ അങ്കോള എതിരാളികളാകും. ഖത്തറിൽ അർജന്റീന നേരിടുന്നത് അമേരിക്കയെയാണ്. ഈ വർഷം സെപ്റ്റംബറോടെ ദക്ഷിണ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ അവസാനിക്കും. തുടർന്ന് ലോകകപ്പ് തയ്യാറെടുപ്പ് എന്ന നിലയിലാണ് ദേശീയ ടീം സൗഹൃദ മത്സരങ്ങൾക്ക് പുറപ്പെടുന്നത്.